ഏഴാം കടലിനുമക്കരെ നല്ലൊരു കല്ലു പതിച്ചൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ മട്ടുപ്പാവിൽ രാജകുമാരനൊരുക്കത്തിൽ. ഏഴാം കടലിനുമക്കരെ നല്ലൊരു കല്ലു പതിച്ചൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ മട്ടുപ്പാവിൽ രാജകുമാരനൊരുക്കത്തിൽ. കൽപ്പനയിൽ കാറ്റു നിറച്ചു കൂട്ടിക്കൊണ്ടു പറക്കാനായി. കൽപ്പനയിൽ കാറ്റു നിറച്ചു കൂട്ടിക്കൊണ്ടു പറക്കാനായി. കൂട്ടിക്കൊണ്ടു പറക്കാനായി. കൂട്ടിക്കൊണ്ടു പറക്കാനായി. ഹലോ, ഗുഡ് ഈവനിങ്. മറ്റേ ബോംബിൻ്റെ മുകളിലാണ് കേട്ടോ ഹാപ്പി കാസ്റ്റ്. ഇന്നലെ കാണിച്ചു തന്നില്ലായിരുന്നോ? അവൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടോ. ആക്ച്വലി നമ്മുടെ കൊട്ടാരം ഇത്രേ ഉള്ളൂ കണ്ടോ. ഇത്രയല്ല, അവിടം വരെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ, ഇത് ചെറുതാക്കണ്ട. ഇതിങ്ങനെ ഒരു കോട്ട പോലെ പണിയണം. ഇതാണ്. അല്ലെങ്കിൽ ഇത് മൊത്തം ഈ ഉള്ളിലോട്ട് കുഴിച്ച് ഇതേപോലെ ആക്കണം. കോട്ട ഫുള്ളാക്കണം. അത്ത് കൊള്ളാം. ഫുൾ കോട്ട അറത്. മറ്റേത് ഇത് ഇച്ചിരി സ്ലോ ആണ് കേട്ടോ. ഞാനിങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ബാക്കി താഴത്തൊക്കെ ഇറങ്ങിയിട്ട് കാണിക്കാം. നമുക്കിന്ന് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ബാക്കി 12, 13, 14, 15 നിലകൾ, പിന്നെ നമ്മുടെ മെയിൻ ടവർ ഇതും കാണുക എന്നതാണ് ലക്ഷ്യം. ഇന്നത്തെ കൊണ്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ നമ്മൾ ഈ നമ്മുടെ ഈ ക്യാസിൽ കാണിക്കുന്ന പരിപാടി കഴിഞ്ഞല്ലോ. എന്നുവെച്ചൊരു 13ാമത്തെ നില കേട്ടോ. ഇങ്ങോട്ട് വരാം, ആദ്യം താഴെ കഴിഞ്ഞിട്ട് വരാം. അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ സ്റ്റോറേജ് റൂം എല്ലാം കാണിച്ച്, എൻചാൻറ്റിങ് റൂം കാണിച്ച്. അപ്പോൾ നമ്മുടെ കോട്ട അതേ ഈ കാണാൻ കേട്ടോ. ഇപ്പം നമ്മൾ കണ്ട വശം ഇതാണ്. ഇതിൻ്റെ ചുറ്റിനൊക്കെ ഉണ്ട്. എല്ലാം സമാധാനമായിട്ട് കാണാം. ഞാനൊരു 10 മിനിറ്റുള്ള വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ സ്റ്റോൺ ജനറേറ്ററാണ് കേട്ടോ. പക്ഷേ സിംഗിൾ സ്റ്റോൺ തന്നെ. ഇത് ഇത്തിരി സ്ലോ ആണ് വരാൻ. ഞാനിതിന് വലുതാക്കി മൂന്നെണ്ണം ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാക്കിയിട്ടിട്ട് ഒറ്റയടിക്ക് പൊട്ടിക്കണ സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആക്കണം. ഇത് പക്ഷേ എനിക്ക് എൻ്റെ ഈ നില മുഴുവനും ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ഫുള്ള് സാധനം ഇതിൻ്റെ അകത്ത് ഇരിക്കണേ. നല്ല ഈ പെട്ടിയുടെ അകത്ത് വന്നിരുന്നുള്ളൂ. അത് പൊട്ടിക്കണൊക്കെ നിറച്ച് കല്ലിരിക്കണം. അത് കാരണം എനിക്ക് കുറേ നാളത്തേക്ക് കല്ലിൻ്റെ ആവശ്യമില്ല. ഇതെൻ്റെ ലാവാ ഫാം ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. മറ്റേ 20 മിനിറ്റ് കൂടുമ്പോൾ എന്ന് പറയണത്. ഇതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റ് ലാവ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ അൺലിമിറ്റഡ് ലാവ ഫാം അപ്പുറത്ത് ഗോൾഡ് ഫാമിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഞാനത് കാണിച്ചാന്നറിയാൻ പാടില്ല. ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ട്, പക്ഷേ അത് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഇനി ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് സ്റ്റെയർ റൂം. ഇതിങ്ങനെ ഇത് മറ്റേ ബെഡ്റൂമിൻ്റെ റൂഫാണിത്. അതാണ് ഈ ഡിസൈൻ. അതിൻ്റെ ഫ്ലോറ് ഇതിൻ്റെ റൂഫായി. ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങണ വഴി കണ്ടോ. ഇത് മറ്റേ നമ്മുടെ അയൺ ഫാമിലേക്ക് പോകണ വണ്ടിയാണ്, പോണ റെയിൽവേ. താഴത്തേക്ക് പോവാം. ഇവിടെ ഒരു ട്രീ ഫാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എമർജൻസിക്ക് പെട്ടെന്ന് എടുക്കാനും. ഇന്നിപ്പോൾ ബോൺ മീൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചേക്കണം. പെട്ടെന്നെടുത്ത് പരിപാടി നടത്തരാം.
സാപ്പിങ്സ് അത്യാവശ്യം എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ 12. ബീഗുന് ഇവിടെ പാർക്കിംഗ് ഏരിയ ബീഗുൻ്റെ ഇതന്നെ അറിയുന്നതുകൊണ്ട് ഒന്ന് നട്ടുവെച്ച് നോക്കണം. എന്തോരം ഇതുണ്ട്, കുറേ ആയിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ കിട്ടും. ആ കാണാണ് ബെഡ്റൂം. ഇങ്ങനെ അകത്തോട്ട് കയറാം. ഇങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ 13ാമത്തെ നില. 13ാമത്തെ നിലയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ XP ഫാം. ഇതിൽ കണ്ട ഇതാ തീ കത്തണുണ്ടോ? ആ ഹോളിൻ്റെ അകത്ത് നമ്മൾ മറ്റേ താഴെ കണ്ട ആലിയില്ലേ, ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ആലിനെ കാണിച്ചു തന്നില്ലേ? ആലി ഇതിൻ്റെ അകത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ബെഡ് റോക്ക് എഡിഷൻ ആയത് കാരണമാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇത് നിങ്ങൾ ട്യൂട്ടോറിയലൊക്കെ കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റേ ഹാർനസ് പോർഷനിൽ മുക്കിയ അമ്പ്, സോയിൽ സാൻഡ്, താഴെ സോയിൽ സാൻഡ്, വെള്ളം വാട്ടർ ലോക്ക് ചെയ്തേക്കാണ്. ഇതിൽ കുമള വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ സൈഡിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ? വുഡൻ ബട്ടൺ വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് പയ്യെ മറ്റേ ഹാർനസ് പോർഷനിൽ മുക്കിയ അമ്പ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ഈ കുമളവൻ്റെ വെള്ളത്തിൻ്റെ മറ്റേ വാട്ടർ ലോക്ക് ചെയ്തേക്കുന്ന വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇത് ഡീസ്പോണായി പോവുകയൊന്നുമില്ല, പോകില്ല. അപ്പോൾ മറ്റേ ഈ ആലി, അപ്പം മറ്റേ പോർഷൻ ഉണ്ടല്ലോ, മറ്റേ അയ്യോ ഇത് ചെറിയൊരു നിൽക്കി ഞാൻ മറന്നു. ഒരു പോർഷൻ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് കണ്ടോ? ഇതൊരു മറ്റേ ഡിസ്പെൻസറാണ്. ഈ പോർഷൻ ഇല്ലേ, സ്പ്ലാഷ് പോർഷൻ ഓഫ് ഇൻഫെസ്റ്റേഷൻ. ഈ പോർഷൻ ആ താഴത്തെ സ്വിച്ച് കാണിച്ചു തരാം. അത് ഡ്രോപ്പറാണല്ലോ, അത് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സർക്യൂട്ട് ചെയ്തേക്കണം. ഇതിൻ്റെ ഇടയിൽ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങനെ ഈ കറണ്ട് റെഡ് സോൺ ഡസ്റ്റ് വഴി ഈ ഹോപ്പർ ചാർജ് ആകും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ കണ്ടോ, ഈ സ്വിച്ച് പിടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട പൊട്ടിയിട്ടൊരു ഒച്ചയായിട്ടില്ലേ, ആ ഹാർനസ് പോർഷൻ വീണതാണ് അവിടെ. അപ്പോൾ അവിടെ മറ്റേ ഗോൾഡൻ ആലീസ്, മറ്റേ ആലീസ് ഇല്ലേ താഴെ കണ്ട, ആലീസ് അല്ല കേട്ടോ, അത് ഇവിടെ തീ കത്തിക്കഴിഞ്ഞാൽ അതിന് ഡാമേജ് പറ്റിയെങ്കിലും അത് ചത്തൊന്നും പോയല്ല. അപ്പോൾ അവരുടെ മേത്ത് ആ പോർഷൻ വീഴുമ്പോഴത്തേക്കും ആ പോർഷൻ വീഴുന്ന ആൾക്ക് ഡാമേജ് പറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേത്തുനിന്ന് മറ്റേ സിൽവർ ഫിഷില്ലേ, ആ സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ 5 പേരിൽ ഇങ്ങനെ ചറവറ വീഴുമ്പോൾ ഈ ഹാർനസ് പോർഷനിൽ മുഖ്യ അമ്പിൽ വന്ന് വീണ് അതുങ്ങൾ ചത്തുപോകുമ്പോൾ കിട്ടണ എക്സ്പീരിയൻസ് മൊത്തം കണ്ട. ഈ 35 എന്ന് കാണിച്ചേക്കുന്ന എക്സ്പീരിയൻസ് അത് ഒറ്റയടിക്ക് ഇപ്പോൾ 0 ആയിട്ട് ഞാൻ വന്ന് ഒരൊറ്റ ഞെക്ക് അതേപോലെ ഞെക്കിക്കഴിഞ്ഞാൽ 8 മിനിറ്റോളം, 3 മിനിറ്റ് എന്നും പറഞ്ഞിട്ടാണ് അതിൽ കാണിക്കണം. പക്ഷെ 8 മിനിറ്റ് അടുത്ത് വരെയൊക്കെ അത് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് 8 മിനിറ്റോളം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 100 XP പട്ടയെന്നും പറഞ്ഞ് കയറും, ടക്കെന്നും പറഞ്ഞിട്ട് കയറും. ഇതില്ല സാധനം. ഞാൻ ഇത് വന്നപ്പോൾ വേറെ ഫാമിലേക്കൊന്നും XPക്ക് വേണ്ട. ഞാൻ എൻ്റെ ടൂൾസൊക്കെ തീരാനോ എല്ലാത്തിനും അത് ഒരു സ്വിച്ച് അടിക്കും, ഇവിടെ കൊണ്ട് അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ ചടപട തന്നെ കയറും. കണ്ട, ഇത് നമ്മൾ മറ്റേ ബ്രൂവിങ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് പോർഷൻസൊക്കെ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെയാണ്. ഇത് ഈ കല്ലൊക്കെ വെച്ചാണ് മറ്റേ ഇൻഫെസ്റ്റേഷൻ പോർഷനൊക്കെ ഇല്ലേ, നമ്മുടെ കുറച്ച് പോർഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടോ, ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ 3 മിനിറ്റ്, പോർഷൻ ഓഫ് പോയിസൺ, പോർഷൻ ഓഫ് റീജനറേഷൻ, പിന്നെ ഇൻവിസിബിലിറ്റി പോർഷൻ. ഇത് കുടിച്ച് കഴിഞ്ഞാൽ 8 മിനിറ്റ് നമ്മൾ അപ്രത്യക്ഷമാകും. ഈ 8 മിനിറ്റ് കൊണ്ട് നമുക്ക് മറ്റേ ഡ്രാഗനെ പോയി ഇൻവിസിബിളായി പോയി കൊല്ലായിരുന്നല്ലേ. ബീബുവിൻ്റെ പുറത്തിരുന്ന് കൊല്ലാം, അല്ല ബോംബിൻ്റെ പുറത്ത്. എനിക്ക് സുധിയാശാൻ്റെ ബീബുവിൻ്റെ പേര് ഏറ്റവും വായി വരുള്ളൂ. ഇത് നെതറിലെപ്പോഴും, നെതറിൽ അടുത്ത ദിവസം പോവാം. പിന്നെ ബെഡ്റൂം കണ്ട എൻ്റെ ഒരു ചെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അത്
ഇതിൻ്റെ അകത്ത് കുറേ വില പിടിച്ച വസ്തുക്കൾ അതെവിടെ കൊണ്ട് വെച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതേ ഡ്രാഗൺ, ഇത് ഡ്രാഗണെ കൊന്നിട്ട് കിട്ടിയതല്ല കേട്ടോ. ഞാൻ ഒളിച്ചു പോയാണ് മറ്റേ അവിടെ പോയിട്ട് ഈ എലേട്ടറൊക്കെ കൊണ്ടുവന്നു. ഡ്രാഗൺ ഇതുവരെ അവിടത്തെ കൊന്നിട്ടില്ല. ഡ്രാഗനെ കൊല്ലണം. അയ്യോ, എൻ്റെ കയ്യിൽ മറ്റേ 3 തലയുണ്ടായിരുന്നു. 6 തലയാണ്. മറ്റേ സ്കെൽട്ടൻ ഇല്ലേ, മറ്റേ നമ്മുടെ നെതറിലുണ്ടാവുന്ന സ്കെൽട്ടൻ, പുറത്ത സ്കെൽട്ടൻ, വെതർ സ്കെൽട്ടൻ. വെതർ സ്കെൽട്ടൻ്റെ തലയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ 3 അതൊക്കെ മറ്റേ ആ ബോക്സിലായിരുന്നു. അതൊക്കെ പോയി. ഇനി അതൊക്കെ പോയി ഉണ്ടാക്കണം നെതറിൽ പോയിട്ട്. അത് സിമ്പിൾ. ഞാനൊരു കിടിലം ഫാം, ആരും ഉണ്ടാക്കാത്തൊരു കിടിലം ഫാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പോവാം. അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ പോകുന്നതാണ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം നിങ്ങൾക്ക്? നൈറ്റായി വീണ്ടും കണ്ടാ മിന്നാമിനിങ് പറക്കണണ്ട. ഇത് 13ാമത്തെ തലേ. ഇതൊന്നുമില്ല കേട്ടോ. ഇതാണ് ടോപ്പ്. എന്തായാലും ഇത് കാണിച്ച് തീർത്തിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇനി ഇങ്ങോട്ട് വരണം കേട്ടോ. മറ്റേ ഇത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചല്ല, കാണാത്ത പുതിയ ആൾക്കാർ. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു മൈൻക്രാഫ്റ്റ് അത്രത്തോളം പോപ്പുലർ അല്ല. ഇതൊക്കെ വന്നേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ റിയൽ ലൈഫിൽ ഇന്നവരെ എൻ്റെ ഫ്രണ്ട്സോ ആരോ ഈ മൈൻക്രാഫ്റ്റ് കളിക്കണവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഏറ്റവും ടോപ്പിലേക്കുള്ള വഴി അല്ല. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവാം. പിന്നെ അതേ സെൻറ്ററിലിരിക്കണ ഇതുവഴി നേരെ മുകളിലോട്ട് കയറി പോവാം. കണ്ട സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. പിന്നെ ഇതുമ്മേ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ മുകളിലെത്താം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തിക്കണ്ട. കണ്ട സ്നീക്ക് ചെയ്തിട്ട് പോവാം. എനിക്ക് മറ്റേ ഇവിടെയൊക്കെ പോയായിരുന്നു കേട്ടോ. ഞാൻ ഏൻഷ്യൻ സിറ്റി പോയി സ്നീക്ക് ബുക്കൊക്കെ കിട്ടി. ഞാനിപ്പോൾ പറക്കും സ്നീക്ക് ചെയ്ത്. വേറെ ഗ്ലോബല ചാട് കുത്തേ എന്താ ഇത്. അവിടെ സൂര്യൻ ഉദിക്കുക, സൺറൈസ് ഈസ്റ്റ്. കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിച്ച് ഇത് വടക്ക്. ഇത് വടക്ക്, ഇത് തെക്ക്. ഉണ്ടാ നമ്മുടെ റെയിൽ ലൈൻ പോണുണ്ടോ? ഇതേപോലെ ലൈൻ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈ വേൾഡ് മുഴുവനും എനിക്ക് ഈ റെയിലിലിരുന്ന് ഇങ്ങനെ പോകണം. അതാണ് ഞാൻ കണ്ട സ്വപ്നം. അതാണ് ഗാന്ധിജി കണ്ട കിനാശേരി. കണ്ടാ തട്ട് തട്ടായിട്ട്. ചന്ദിരൻ കുഞ്ഞേ, ചന്ദിരൻ കുഞ്ഞേ. ഇത് പടിഞ്ഞാറ് വശം. പടിഞ്ഞാറ് വശത്താണ് നമ്മുടെ മറ്റേ ഫാം, മറ്റേ സോംബി ഫാം. ഇതാണ് കിഴക്കുവശം. കിഴക്കുവശം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ചെല്ലുമ്പോൾ അറ്റത്തൊരു വില്ലേജ് ഉണ്ട്. നമുക്ക് അവിടെ പോകണം. അപ്പോൾ അടുത്ത പദ്ധതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വില്ലേജിൻ്റെ പുത്തൻ ചൈന വാൾ പോലത്തെ ഒരു വാൾ പണിതിട്ട് ആ വില്ലേജിനെ സേഫ് ചെയ്യണം. കാരണം ഹാർഡിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ സോംബിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി വില്ലേജേഴ്സിനെ കൊന്നുകളയും. അപ്പോൾ ഞാനവിടെ ഉള്ള സമയത്ത് അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വല്ലാത്തൊരു സങ്കടം പോലെ എന്തെങ്കിലും വെച്ചവർ കൊല്ലപ്പെടുന്നു. അപ്പോൾ അതൊഴിവാക്കാം. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പുകളൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഹാർഡ് മാറ്റി ഞാൻ മറ്റേ ഇതിലൊക്കെ ഇട്ടിട്ട് അവിടെ മതിലൊക്കെ പണിതിട്ട് വീണ്ടും ഞാൻ ഹാർഡിലേക്ക്. അപ്പോൾ
പോകാം, നമുക്ക് പോകാം, റൂമിൽ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതുമായി അപ്പം നമ്മുടെ കൊട്ടാരം മുഴുവൻ കണ്ടു കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, ഇനി താഴെ ഇനി നാളെ സ്ലൈം ഫാം കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പറ്റിയ ഒരു ലൈക്ക്, ഒരു കമൻ്റൊക്കെ കൊടുത്തിട്ട് പോണേ.